മതിയ മോളെ, ഇതാണ് തെറ്റാലി. പണ്ട് പേരമരത്തിന്റെ കൊമ്പ് വെച്ച് തെറ്റാലുണ്ടാക്കി പറന്നു പോണ കൊക്കിനെ വരെ പിടിച്ച് കറി വെച്ചിട്ടുണ്ട്. അതായിരുന്നു എന്റെ ഉന്ന. എന്റെ പൊന്നു മാമാ തള്ളാതെ. കഴിഞ്ഞ ആഴ്ച മാമൻ ആ മാവിന് കല്ലെറിഞ്ഞിട്ട് ആ കല്ലെവിടെ പോയി വീണു എന്നൊക്കെ എനിക്കറിയാം. അത് കൈ, ഇത് തെറ്റാലി. നീ നോക്കിക്കോ, ഇതൊന്ന് സെറ്റായാ അർജു ആരാ നിനക്ക് ഞാൻ കാണിച്ചു തരാം. അതൊക്കെ ഞങ്ങൾക്കറിയാം. അത്ര ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ ചോറും പെടിഗിരിയും കട്ട് തിന്നുന്ന കള്ളപ്പൂച്ചനെ മാമൻ ഇത് വെച്ചൊന്ന് ഓടിക്ക്. വൈ നോട്ട്? Then show me. എടാ, നീ ഇവരോട് തള്ളിക്കൊണ്ട് നിൽക്കാതെ ഉച്ചക്ക് കറി വെക്കാൻ വല്ല മീനും മേടിച്ചോണ്ട് പോവാ. എന്ത് കഷ്ടാണത്. ശനിയാഴ്ച ഈ വീട്ടിൽ റെസ്റ്റ്. ഓ പിന്നെ ആഴ്ചയിൽ 7 ദിവസം റെസ്റ്റ് എടുക്കുന്ന നിനക്കെന്ത് ശനിയാഴ്ച? നീ പോയി മീൻ വാങ്ങിക്ക്. ഓ, നിങ്ങൾക്കൊക്കെ എന്ത് സുഖ. എനിക്കിവിടെ ശനിയാഴ്ച ആയിട്ടും ഫുള്ള് പഠിത്തവും ട്യൂഷനും. ഈ വീട്ടിൽ എനിക്ക് മാത്രം സമാധാനമല്ല. നീ ഇപ്പൊ 10ാം ക്ലാസ് അല്ലേ ദേവു? ഈ ബോർഡ് എക്സാം ഒക്കെ കഴിയണ വരെ ഈ കഷ്ടപ്പാടൊക്കെ കാണും. നീ കാര്യമായിട്ട് പോയിട്ട് വാ. ഞാൻ പോവാ. അമ്മ, ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴത്തേനും എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി വെക്കണേ. ആ നോക്കട്ടെ. പൂച്ച ഷവായി മതിയെങ്കിൽ ഞാൻ സെറ്റാക്കാം. നീ പോടി. റെഡി, പെർഫെക്റ്റ് സാധനം. നീ വളരെ ചെറിയ കല്ലെടുത്താ. ഇതിക്കൊണ്ടത്ര ബിൽഡപ്പ് കൊടുക്കുക. എന്റെ തലേ തട്ടത്. ആ പറ പൂച്ച, കള്ളിപ്പൂച്ച, കൊല്ലതിനെ. വേണ്ട അമ്മ, പാമ്പൂച്ച ഉപദ്രവിക്കണ്ട. ഇല്ല ദിയ, ദേഹത്ത് കൊള്ളില്ല. കല്ലടുത്ത് കിടന്ന സൗണ്ട് കേട്ടിട്ട് അവൻ പേടിച്ച് ഓടിക്കോളും. എന്റെ ഉന്നം നിങ്ങൾ പൂവും കോഴിയുടെ തലയില കൊണ്ടത്. അത് ചന്ദ്രേട്ടന്റെ കോഴി. ഏത് ചന്ദ്രേട്ടൻ? ഏതൊക്കെ ചന്ദ്രേട്ടൻ താൻ അറിയും? എടോ, നമ്മുടെ അയലൊക്കെക്കാരൻ കുന്ത ചന്ദ്രൻ. അയാള് വാവിന് കൊല്ലാൻ വെച്ച കോഴിയെ താൻ ഇപ്പൊ കൊന്നത്. അയ്യോ, കോഴി ചത്തോ? അമ്മ, അർജുൻ മാമൻ. പറയലേ ദിയമോളെ പ്ലീസ്. അമ്മ അറിഞ്ഞ കഷ്ടകാലം തുടങ്ങും. ചന്ദ്രേട്ടൻ അറിഞ്ഞ എന്റെ കയ്യും കാലും വിട്ടു. അയ്യോ, ഇനി ഞാൻ എന്ത് ചെയ്യും? എന്റെ കോഴിശ്ശേരി ഭഗവതി. ഭഗവതിനെ ഒന്നിനെ വിളിച്ചിട്ട് ഒരു കാര്യമല്ല. ഒരു കാര്യം ചെയ്യാം, അത് മാത്രമേ മാർഗമുള്ളൂ. അത് കൊള്ളാം. എന്നാ ശരി, പിടിക്കപ്പെട്ട എന്റെ പേര് ചന്ദ്രേട്ടനോട് പറയരുത് പ്ലീസ്. വേഗം ചെല്ലേ, കറങ്ങി നിൽക്കാതെ. ആ മീൻകാരനെത്തിയോ? ഞാൻ നമ്മുടെ ചന്തയിൽ കൂടെ പോയി വരുമ്പോ അവിടെ ഒരാൾ നല്ല നാടൻ പൂങ്കോയിന് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഒന്നും നോക്കിയില്ല, ഞാൻ തിരിച്ചു വാങ്ങി. നാടൻ കോഴിയോ? ഇന്ന് ഉച്ചക്ക് നല്ല കിടിലൻ കോഴിക്കറി. ദേവ് വരുമ്പോ അവക്കൊരു സർപ്രൈസ് ആവും. മാമ സൂപ്പർ. അതാണ് അർജു. തെളിവ് നശിപ്പിച്ചു. ഉച്ചയ്ക്ക് സ്പെഷ്യൽ കറിയുമായി. ഒരു കല്ലിൽ 2 പക്ഷി. എന്താ മണം. ചന്ദ്രേട്ടന്റെ കോഴിക്ക് ഇത്ര നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. ചന്ദ്രേട്ടന്റെ കോഴിയോ? ആ, ചന്ദ്രേട്ടൻ ചന്തയിലെ നാടൻ കോഴി കച്ചവടക്കാരൻ. ഓ, ചന്ദ്രേട്ടൻ. ഞാൻ കരുതി നമ്മളുടെ അവിടെ ചന്ദ്രേട്ടൻ എന്ന് പറഞ്ഞ ആരുമില്ലല്ലോ, അതാ ഉദ്ദേശിച്ചേ. ഉണ്ടല്ലോ, മേളിലെ ഗുണ്ടാ ചന്ദ്രേട്ടൻ. അത് വിട്. എന്താ കറിയുടെ മണം? ഈ മണം കിട്ടുമ്പോൾ തന്നെ വയറ് പകുതി നിറയും. എന്നാ ബാക്കി വയറും കൂടി മണം പിടിച്ച് നിറയ്ക്കാൻ നോക്ക്.
അല്ലെങ്കിൽ എനിക്കൊന്നും കഴിക്കാൻ കിട്ടത്തില്ല. കറി റെഡി. നീ പോയിട്ടേ പറമ്പിൽ പോയിട്ട് കുറച്ച് വാഴയില വെട്ടിക്കൊണ്ട് വാ. എന്നിട്ട് ചുട് ചോറും ചിക്കൻ കറിയും കൂട്ടിയിട്ട് കഴിക്കാം. മാമ പോയി വലിയ ഇല വെട്ടിക്കൊണ്ടുവാ. ദേ പോയി ദാ വന്നു. പണ്ട് നിന്റെ മാമൻ കത്തി ഉപയോഗിച്ച് വാഴ ഒറ്റ വെട്ടിനെ ഉണ്ടാക്കിയ കഥ നിനക്കറിയോ? മാമ തള്ളാതെ വേഗം വാഴ ഇല വെട്ടിക്കൊണ്ടുവാ, എനിക്ക് വിശന്നിട്ട് വയ്യ. ഞാൻ മിന്നൽ വേഗത്തിൽ പോയി തിരിച്ചു വരാം. ഓക്കെ മാമ വാഴ ഇല വെട്ടണേ. ആ നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്തപ്പോ കത്തിയൊക്കെ ആയിട്ട്? തീറ്റ കൊതിയൻ ശങ്കര മാമൻ ഈ കാലിനെന്താ ഇവിടെ? എന്റെ ഭഗവതി, എന്തപ്പോ സുഗന്ധം! ഈ നാട്ടിൽ ആർക്ക് സുഗന്ധം കിട്ടിയില്ലെങ്കിലും 5 കിലോമീറ്റർ അപ്പുറത്തുള്ള മണയാൾക്ക് കിട്ടും. കുടിപോളെ പടിപാളി. എന്താടാ ഇല കിട്ടിയില്ലേ? പിന്നെ പാമ്പിനെ കണ്ട് പേടിച്ചാണോ? പാമ്പല്ല, ആന. മുറ്റത്തൊരു ആന വന്നിരിപ്പുണ്ട്. ആനയോ? ആ ശങ്കര മാമ വന്നിട്ടുണ്ട്. വന്ന പാടെ കോഴിക്കറിന്റെ മണം പിടിച്ച് പൂക്കുവിടത്തി പുറത്തുണ്ട്. അയിന് ഹൈനോ നമ്മുടെ ലിതേഷേട്ടന്റെ വീട്ടിൽ കഴിഞ്ഞ മാസം പോയിട്ട് അവരുടെ 1 മാസം റേഷൻ ഒറ്റ ദിവസം കൂടെ തീർത്ത ആളായി വന്നിരിക്കുന്നത്. അയ്യോ, അപ്പൊ നമ്മുടെ കോഴിക്കറിയുടെ കാര്യത്തിൽ തീരുമാനമായോ? കാലിന് വരാൻ കൊണ്ട നേരം. നീ ആ കോഴിക്കറി എടുത്ത് എവിടെയെങ്കിലും ഒളിപ്പിച്ചേക്ക്. ഇപ്പൊ അയാൾ അകത്ത് കയറുമായിരുന്നു. വേഗം. ഇവിടെ വീട്ടുകാരൊക്കെ എവിടെ പോയി? ഇവിടെ നിന്ന് അർജുനെ കാണാമല്ലോ. ആ ഉള്ളിമോളെ, എന്താ ഇവിടെ സുഗന്ധം? കോഴി വറുത്തരച്ച് വെച്ചാണോ? എന്ത് സുഗന്ധം? ഇവിടെ സുഗന്ധമൊന്നുമില്ലല്ലോ. എടാ അർജു, ഈ നാട്ടിൽ എൻ്റെ മൂക്ക് കഴിഞ്ഞ് ബാക്കിയുള്ളൂ. ഞാൻ ആ ഗേറ്റിൻ്റെ അടുത്ത് വെച്ചവിടെ വറുത്തരച്ച കോഴിക്കറിയുടെ വാസന. ഞാനാണെങ്കിൽ ഊണും കഴിച്ചിട്ടില്ല. അത് അയൽവക്കത്ത് നിന്ന് എവിടെയെങ്കിലും കാറ്റടിച്ചപ്പോ വന്നതായിരിക്കും. ഇവിടെ കഞ്ഞി ഉപ്പിലിട്ട മാങ്ങയുള്ളൂ. അതെ അതെ. കഞ്ഞിയും ഇവിടെയോ? നിങ്ങളെന്താ വെജിറ്റേറിയൻ ആയത്? അല്ല മാമ, ഞങ്ങൾ ഇടയ്ക്കൊക്കെ വെജാണ്. ഹെൽത്ത്. അല്ല മാമനോടെ കല്യാണത്തിന് പോവാണോ? അങ്ങനെ വേഗം അറിയിക്കോട്ടോ, ബസ് മിസ്സാവും അല്ലെങ്കിൽ. ഏയ്, ഞാൻ എവിടേക്ക് പോണില്ല. ഞാൻ നിങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി തന്നെ വന്നോ. എന്തായാലും സാരില്ല, കഞ്ഞിയെങ്കിൽ കഞ്ഞി ഒരു 2 പാത്രം എടുത്തു. പിന്നെ ആ ഉപ്പിലിട്ട് മാങ്ങി വിശന്നിട്ട് നിൽക്കാൻ വയ്യ. മാമ യാത്ര കഴിഞ്ഞ് വന്നല്ലേ, ക്ഷീണം കാണും. ഈ റൂം പോയി റെസ്റ്റ് എടുത്തോ. കഞ്ഞി റെഡിയാകുമ്പോൾ വിളിക്കാം. ഏയ് വേണ്ട അർജു, എനിക്ക് കിടക്കയിലൊക്കെ എന്നാലേ ഭയങ്കര നടുവേദന. ഞാൻ ഈ സോഫയിൽ തന്നെ ഇരുന്നോളാം. നടുവേദനയോ? മാമ ഇത് സാധാരണ ബെഡല്ല, എമ്മയാണ്. ബാ ഞാൻ കാണിച്ചു തരാം. ഇതാണ് അവൾ. ഇന്ത്യയിലടക്കം 33 രാജ്യങ്ങളിൽ വിൽക്കുന്ന യൂറോപ്പിലെ ബെസ്റ്റ് സെല്ലിംഗ് മാട്രസ് ആയ എമ്മ ഒറിജിനൽ മാട്രസ്. ഇത് ഓപ്പൺ ആക്കി 4-5 മണിക്കൂറിനുള്ളിൽ ഫുള്ളി ഡീകംപ്രസ് ആവും. പിന്നെ ഇതിൽ സൈഡ് ഹാൻഡിൽ ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് നീക്കാനും പറ്റും. മാമന് നടുവേനാണെന്ന് പറഞ്ഞില്ലേ, ഇതിന് നല്ല കിടിലൻ ഓർത്തോപെഡിക് സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഈ ചൂടുകാലത്ത് നല്ല സുഖമായിട്ട് ഉറങ്ങാൻ കൂളിംഗ് സെൻസേഷൻ. അതൊക്കെ ഓക്കെ, പക്ഷെ എനിക്ക് പകലുറക്കം പതിവില്ല. അത് പതിവായിക്കോളും. ഇത് നോക്ക്, മോഷൻ അബ്സോർഷൻ ഫീച്ചർ. അടുത്ത് കിടക്കുന്ന ആൾ അനങ്ങിയ പോലും നമ്മൾ അറിയില്ല. കൊള്ളാം, കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ കൈ കാശില്ല. നീ എങ്ങനെ ഇത് മേടിച്ചു? ഞാനല്ല, അളിയാൻ വാങ്ങിയതാ. വേണമെങ്കിൽ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 100 ഫ്രീ ട്രയലും 15 വർഷം വാറണ്ടി. ഇഷ്ടപ്പെട്ടില്ലേ തിരിച്ചു കൊടുക്കാം. അല്ല, ഇതിന് ഡിസ്കൗണ്ട് ഓഫർ വല്ലതും കിട്ടി. ഇപ്പൊ 55% ഓഫ്ലൈൻ അടക്കാണ്. കൂട്ടത്തിൽ LN65 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചപ്പോ 15% കൂടി എക്സ്ട്രാ കിട്ടി. വെറും ലാഭം. മാമൻ ധൈര്യമായിട്ട് കിടന്നുറങ്ങും മാമ. ഇപ്പൊ തിരുവനന്തപുരത്തും കൊച്ചിയിലും തൃശ്ശൂരും കോഴിക്കോടും എമ്മയുടെ ഓഫ്ലൈൻ സ്റ്റോർ ഉണ്ട്. മാമന് നേരിട്ട് പോയി എക്സ്പീരിയൻസ് ചെയ്യാം. സംഭവം കൊള്ളാം, നല്ല ബെഡ്. പക്ഷേ ഈ ശങ്കരമാമനൊരു നിർബന്ധമുണ്ട്, ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാറുണ്ട്. നീ കഞ്ഞി റെഡിയാകുമ്പോൾ വിളിക്ക്. അതുവരെ ഞാൻ സോപ്പിൽ തന്നെ ഇരിക്കും.
തണുന്നു പോകുന്ന ലക്ഷമൊന്നും ഞാൻ കാണുന്നില്ല. കോഴിക്കറിയാണ് ഇവിടെ ഇരുന്ന് തണുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു കിടിലൻ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഓസ്കാർ ലെവൽ പെർഫോമൻസ്. ഞാൻ നെഞ്ചുവേന അഭിനയിക്കും. മാമനോട് നിങ്ങൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയണം. പോകുന്ന വഴിക്ക് മാമനെ ഞാൻ എവിടെയെങ്കിലും ഇറക്കി വിട്ട് ഞാൻ എസ്കേപ്പ് ആയിക്കോളാം. പിന്നെ നിങ്ങൾ കട്ടയ്ക്ക് കൂടെ നിൽക്കണം. ഇതുവരെ നടക്കൂടാ? അയാൾക്ക് ഡൗട്ട് തോന്നുമോ? എന്ത് ഡൗട്ട്? ഇനി ഞാൻ ആറാടാൻ പോവാണ്. ഇപ്പൊ പാക്കള എന്നോട് നടിപ്പ്. മിക്കവാറും അർജുമാമന്റെ നടിപ്പ് കണ്ട് ശങ്കരമാമൻ ഹാർട്ട് അറ്റാക്ക് വരും. എത്ര പെട്ടെന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമാ? അയ്യോ, ഹാർട്ട് അറ്റാക്കോ? എന്നാ ഉണ്ണിമോൾ വേഗം ഓട്ടോ വിളിക്കും. എന്നിട്ടേ നീ അവനെ കൊണ്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് പോകും. ഉണ്ണിമോളാ? അപ്പൊ മാമ വരുന്നില്ലേ? ആണുങ്ങളാരില്ലാത്ത വീട്ടിൽ വാതിൽ തുറന്നിട്ട് പോകണം. ശരി, ഞാൻ ഇവിടെ നിൽക്കാം. നീ അമ്മ കൂട്ടായിട്ട്. അയ്യോ മാമ, ഹാർട്ട് അറ്റാക്ക് അല്ല, ഗ്യാസ് ആയിരുന്നു. ഭയങ്കര ഗ്യാസ് ട്രബിൾ. ഇപ്പൊ കുഴപ്പമില്ല. ഇനി ഹോസ്പിറ്റലിൽ ഒന്നും പോകണ്ട. ഗ്യാസ് ആണോ? എന്നാലും നേരത്തെ പറയട്ടെ. ഈ സംക്രമണന്റെ സകല രോഗത്തിനുള്ള മരുന്ന്. ഇതാ, ഇത് കഴിച്ചോ. ഇത് ആയുർവേദം കുടിക്കാം. അയ്യോ അല്ല, ഇത് കഴിച്ചു. അല്ലല്ല, അത് പറയാം. പേടിക്കണ്ട, ഒരു 2 പ്രാവശ്യം കറന്നു പോയാൽ ശരിയായിക്കോളൂ. മാമന്റെ ഊഴം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്റെ ഊഴം. അമ്മ, ഞാൻ പേ ഇളകിയ പോലെ അഭിനയിച്ച് ആ ശങ്കരമാവന്റെ മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പര ഓടാം. നിങ്ങൾ എനിക്ക് പേയാണ്, പരിചയമില്ലാത്തവരെ കടിക്കും എന്നൊക്കെ അങ്ങേരോട് പറയണം. അപ്പ അയാൾ പേടിച്ച് ജീവനും കൊണ്ട് ഓടിക്കോടും. കൊള്ളാം, അത് കൊള്ളാം. ഞാനില്ല ഇനി അഭിനയിക്കാനൊന്നും. നിങ്ങൾ രണ്ടുപേരും കൂടെ അഭിനയിച്ചാ മതി. മോളെ വാ, നമുക്ക് പരിപാടി തുടങ്ങാം. എന്താ ഇത് പറ്റിയത്? മാമ, നിങ്ങൾക്ക് പേ ഇളകിയതാണെന്നാ തോന്നുന്നേ. എല്ലാവരും കടിക്കാൻ പറ്റില്ല. മാമ വേഗം ഇറങ്ങി ഓടിക്കോ. പേളിക്കോ? എന്റെ ഭഗവതി, മോളെ ഇതിൽ ഇപ്പൊ പിടിച്ചില്ലേ അപകട. ഞാനേ ആ പഞ്ചായത്തിലെ നായവിടുത്തക്കാർ ശശീനൊന്ന് വിളിക്കണം. അവൻ വന്ന് ഇവനെ കുരുക്കിട്ട് കൂട്ടിക്കോ. അവള് പേടിച്ചു. പിടിച്ചോക്കണ്ടേ എനിക്കറിയില്ല. ഞാൻ അവളത് വരട്ടിയ കഞ്ഞി ആയില്ലേ? അയ്യോ, ആ കാലിലൂടെ പോയോ? ഇല്ല, പോയിട്ടില്ല. എല്ലാവരുടെ ഊഴം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാനൊരു നമ്പർ ഇറക്കി നോക്കട്ടെ. കുറച്ച് ചീപ്പാണ്. എന്ത് ചെയ്താലും കുഴപ്പമില്ല, അയാൾ ഇവിടെ ഓടിച്ചാൽ മതി. ഓ, അല്ലെങ്കിൽ ഇങ്ങനെയുണ്ടോ ഓരോ മനുഷ്യന്മാര് സ്വന്തം വീട്ടിൽ നിന്ന് കഴിക്കാതെ ബാക്കിയുള്ളവരെ വീട്ടിൽ വന്ന് കോഴി ഇറച്ചി നിന്ന് തടി നന്നാക്കാൻ നടക്കുന്നത്? നാണയില്ലാത്ത മനുഷ്യന്മാര്. എടി പതുക്കെ, പുള്ളി കേക്കും. കേക്കട്ടടാ, ഇങ്ങനെയുള്ളവരെ കേൾപ്പിക്കാൻ തന്നെയാ ഞാൻ ഈ പറയുന്നത്. തീറ്റ പണ്ടാരം. നാണമില്ല. ഇതിലും ഭേദം നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ കറി വല്ല തെരുവ് പട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നതായിരിക്കും. അതാവുമ്പോ നന്ദിയെങ്കിലും ഉണ്ടാവും.
കേട്ടോ, ആള് പോയി കാണും. എന്തായാലും അമ്മയുടെ ഡയലോഗുകൾ അടിപൊളിയായി. ശങ്കരമാമ പോയി. അപ്പ ചിക്കൻ കറി ഇനി നമ്മക്ക്. ശ്ശേ, ഞാൻ പറയുന്ന കേട്ട് വിഷമിച്ചായിരിക്കും പോയിട്ടുണ്ടാവുക. പോയോ? ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു അർജു. അകന്നതാണെങ്കിലും നമ്മുടെ ഒരു ബന്ധുവല്ലേ. ഭക്ഷണത്തിന്റെ പേരിൽ ഒരാളെ ഇങ്ങനെ അപമാനിച്ചത് വളരെ തെറ്റായി പോയി. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. എന്തിനീ വിളിക്കൊന്നും വേണ്ട, പറഞ്ഞത് കുറച്ച് കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ. ഞാൻ കഷ്ടപ്പെട്ട് വളർന്ന കോഴിയാ. നീ വാ, നമുക്ക് കഴിക്കാം. വിശന്നിട്ട് കുടല് കഴിഞ്ഞിട്ട് വയ്യ. ഞാനുണ്ട്. എനിക്ക് കുടല് മാത്രല്ല, അണ്ടകടാഹം മൊത്തം കരിഞ്ഞു. അയ്യോ, എന്താ തിപ്പാറമ്മച്ചി പണിപാളി. ഉണ്ണിമോളെ, ഇനി അത് അർജുന് ചീത്ത പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു. മൂത്രം കഴിക്കാൻ വേണ്ടിയാ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാ അടുക്കളയിൽ നിന്ന് പൂച്ച കൊണ്ടു വന്നു നോക്കിയപ്പോ നല്ല കോഴിക്കറി. കാല ആ കോഴിക്കാലെങ്കിലും എനിക്ക് താടാ, ഒരെല്ലെങ്കിലും. എന്താ ടേസ്റ്റ്, അടിപൊളി. ആടനാണല്ലേ ഉണ്ണിമളയാ. ചോറ് കുറച്ചുകൂടെ എടുക്കാൻ ഉണ്ടാവും. എല്ലാം ഗുണ്ട സംഘടന ശാപം. അപ്പോൾ എമ്മയുടെ ഓഫ്ലൈൻ സ്റ്റോർ തിരുവനന്തപുരത്തും കോട്ടയത്തും കൊച്ചിയിലും തൃശ്ശൂരും കോഴിക്കോടും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാവുന്നതാണ്.